ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, വീണ്ടും ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാവും. നമ്മൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ചിലരുണ്ട്. അത് നമ്മുടെ വേണ്ടപ്പെട്ടവരാകാം, ലൈഫ് പാർട്ട്ണറാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, ഫ്രണ്ട്സാകാം, ആരുമാകട്ടെ. നമ്മൾ ഇവരുടെയൊക്കെ അടുക്കൽ ഒരു ആവശ്യം വരുമ്പോൾ ചെല്ലാറുണ്ട്. പക്ഷേ ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ അവസാനം വരുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? കർത്താവിൻ്റെ അടുക്കലേക്കല്ലേ. അപ്പോഴാണ് നമുക്ക് ഈ കർത്താവിൽ ആശ്രയിക്കണമെന്നുള്ള ബോധം പോലും വരുന്നത്. എന്നാൽ പിന്നെ ആദ്യം ഈ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ പോരായിരുന്നു. അതൊട്ട് നമ്മൾ വരേവില്ല. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും നമുക്ക് ശക്തി തരാൻ കഴിയില്ല. കാരണം മനുഷ്യന് അത്രയേ ഉള്ളൂ. ദൈവത്തിന് നമ്മളെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനും സാധിക്കും. അടുത്ത വാക്യം പറയുകയാണ്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. പക്ഷികളുടെ രാജാവാണ് കഴുകൻ. ആകാശത്തിലാണ് അവൻ കൂടുകൂട്ടുന്നത്, അല്ലേ? അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ഉയർന്നു പറക്കാനുള്ള ഒരു കൃപ നൽകും. അടുത്ത വാക്യം പറയുകയാണ്, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയപ്പെട്ടവർ, എത്രമാത്രം നമ്മൾ ഈ ജീവിതത്തിൽ ഓടിയിട്ടുണ്ടല്ലേ. ഓടാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത ഇടങ്ങളില്ല, ചോദിക്കാത്ത വ്യക്തികളില്ല. ഇത്ര ഓടിയിട്ടും നടന്നിട്ടും ചോദിച്ചിട്ടും അലഞ്ഞിട്ടും നമുക്ക് എന്ത് കിട്ടി? അവസാനം ഒന്നുമില്ലാത്തവരായി നമ്മൾ നിൽക്കുക. അതുകൊണ്ട് ഈ വചനം നമ്മളോട് പറയുന്നത്, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക, നിങ്ങൾക്ക് വീണ്ടും കർത്താവ് ശക്തി നൽകും. എന്തിനു വേണ്ടി? തിരിച്ചു വരാൻ, തിരിച്ചൊരു എഴുന്നേൽപ്പ്, കം ബാക്ക്, അല്ലേ? ഒരു തിരിച്ചു വരവിനുള്ള ശക്തി കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തും. കഴുകന്മാരെ പോലെ നിങ്ങളെ കർത്താവ് ഉയർത്തും. പിന്നെ നിങ്ങൾ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം നമുക്ക് ശക്തിയും അഭിഷേകവും മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.